ഇസ്രായേലിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ ഓരോ ഇസ്രായേൽക്കാരന്റെയും വീട്ടുമുറ്റത്ത് കാവലിന് ആളുകളുണ്ട്. രാവും പകലും ഫലസ്തീനികളുടെ വീട്ടുമുറ്റത്ത് ആരാണുള്ളത്? അവരുടെ രാഷ്ട്രം മുഴുവനായും തുടച്ചു നീക്കാനുള്ള കുൽസിത ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്ന വലിയ നാശങ്ങൾ അവരുടെ പിതാമഹന്മാരിൽ നിന്ന് ഭൂമിയിൽ സംഭവിച്ച വലിയ നാശങ്ങളാണ്. ഞാൻ ആ ചരിത്രത്തിലേക്ക് വരാം. ഓതിയ ആയത്തുകളൊന്ന് ചെറിയ രൂപത്തിലൊന്ന് തഫ്സീർ പറഞ്ഞ ശേഷം വഖളൈനാ ഇലാ ബനി ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളിലേക്ക് നാം തീരുമാനമറിയിച്ചു. അള്ളാഹുവിന്റെ തീരുമാനമാണ്. മാറ്റത്തിരുത്തലുകൾക്കൊരിക്കലും അത് വിധേയമാവുകയില്ല. അള്ളാഹുവിന്റെ തീരുമാനം എന്ന് പറഞ്ഞിടത്ത് തന്നെ ഖുർആൻ പണ്ഡിതന്മാർ അങ്ങനെ തന്നെ വിശദീകരിച്ചു. അതിന് മാറ്റല്ല. കാരണം വിധിക്കുന്ന ആള് ഖാളി അള്ളാഹുവാണ്. തർക്കമുള്ള ആളുകൾക്കിടയിൽ ആണല്ലോ വിധി പറയേണ്ടത്. വിധി പറയുന്ന ആൾക്ക് എപ്പോഴും സാക്ഷിയും തെളിവും സത്യവും അതുപോലെ തന്നെ അന്വേഷണ റിപ്പോർട്ടും പലതും വേണ്ടിവരും. എല്ലാം അറിയുന്ന അള്ളാഹുവിന് വിധി പറയാൻ എളുപ്പമാണ്. യാതൊരു പ്രതിസന്ധിയും പ്രയാസവുമില്ല. ബനു ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികൾ. ഇസ്രായേൽ എന്നത് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്ന ഒരു നബിയുടെ മറ്റൊരു പേരാണ്. നബിയുല്ലാഹി യാക്കൂബ് അലൈഹിസ്സലാം, അവർക്കുള്ള വേറൊരു പേരാണ് ഇസ്രായേൽ. ഇന്ന് നാം കേൾക്കുന്ന ഇസ്രായേൽ അല്ല, ഇത് ഇസ്രായേൽ. അതൊരു രാഷ്ട്രമാണ്. ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥം അള്ളാഹുവിന്റെ അടിമ എന്നാണ്. ഇസ്രായേൽ, ഇസ്ർ എന്ന് പറഞ്ഞാൽ അബ്ദു എന്നാണ് അർത്ഥം. അപ്പൊ ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്തതികൾ എന്നായി. അവിടുന്ന് അങ്ങോട്ട് വന്ന ഒരുപാട് സന്തതികൾ. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളിൽ രണ്ട് വഴികളിലൂടെയാണ് നബിമാര് വന്നത്. ഒന്ന് ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം വഴിയിലൂടെ, മറ്റൊന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വഴിയിലൂടെ. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളിൽ വന്ന നബിമാർ ഒന്നും രണ്ടും ആളുകളല്ല, ധാരാളം നബിമാരുണ്ട്. ആ നബിമാർ, അവരുടെ മക്കൾ മൊത്തം ഖുർആൻ ബനു ഇസ്രായേൽ എന്ന് പറയും. ഒരു വലിയ സമൂഹമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞല്ലോ, ഉലമാഉ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായേൽ. എന്റെ ഉമ്മത്തിലെ, എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ ബനു ഇസ്രായേലിലെ നബിമാരെ പോലെയാണ്. അതിന്റെ ഒരു വിവക്ഷ ആധിക്യമാണ്. ഏറ്റവും കൂടുതൽ നബിമാർ ആ കുടുംബത്തിൽ, ആ താവഴിയിൽ വന്നതുപോലെ അത്രയും വലിയ സമുന്നതരായ ഉലമാ എന്റെ ഉമ്മത്തിൽ വരാനുണ്ട്. മറ്റു വേറെ വിവക്ഷകളുമൊക്കെയുണ്ട്. ഫിൽ കിതാബി, അവരുടെ കിതാബിൽ, വേദഗ്രന്ഥത്തിൽ, തൗറയിൽ നാം അവർക്കൊരു തീരുമാനം അറിയിച്ചു. ലതുഫ്സിദുന്ന ഫിൽ അർളി മർറതൈൻ, രണ്ടു തവണ നിങ്ങൾ ഭൂമിയിൽ, ഏത് ഭൂമി? ആ ഭൂമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിസ്റിൽ രണ്ടു പ്രാവശ്യം നിങ്ങൾ നാശം വിതക്കും. ലതുഫ്സിദുന്ന ഫിൽ അർളി മർറതൈൻ,
ഭൂമിയിൽ 2 പ്രാവശ്യം നിങ്ങൾ നാശമുണ്ടാക്കും. വലതഅലുന്ന ഉലുവൻ കബീറ, നിങ്ങൾ ആ ഭൂമിയിൽ വലിയ അഹന്തയും അഹംഭാവവും നടിക്കും. നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മേലെ ഒരാളും ഇല്ല എന്ന അർത്ഥത്തിൽ നിങ്ങൾ വിരാജിക്കും. അനുകൂലമായിട്ടല്ല, ഇത് പ്രതികൂലമായിട്ട്. ആ 2 നാശവും വരാനുണ്ട് എന്ന് മുന്നറിയിപ്പ് അല്ലാഹു തആല നൽകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കണം എന്നാണ് ഈ വിവരം കിട്ടുന്ന ആൾ ചിന്തിക്കേണ്ടത്. നമ്മളൊക്കെ വരാനിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നവരാണ്. അത് വരുമെന്നത് തീർച്ചയാണ്. മസീഹുദ് ദജ്ജാലിന്റെ ഫിത്ന അത് വരുമെന്നത് ഉറപ്പാണ്. അവന്റെ വിഷയങ്ങൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും കാവൽ ചോദിക്കുന്നതും നമ്മളും നമ്മളോട് ബന്ധപ്പെട്ട ആളുകളൊന്നും അവന്റെ ഫിത്നയിൽ കുടുങ്ങാതിരിക്കാനാണ്, അവന്റെ അടയാളങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു തആല പറയുന്നു, ലതുഫ്സിദുന്ന ഫിൽ അർളി മർറതൈൻ, 2 പ്രാവശ്യം നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും. ഫഇദാ ജാഅ വഅദു ഊലാഹുമാ, ആ 2ൽ ഒന്നാമത്തേതിന്റെ സന്ദർഭം വന്നു കഴിഞ്ഞാൽ ബഅസ്നാ അലൈക്കും ഇബാദൻ ലനാ, നിങ്ങളിലേക്ക് നാം അയക്കും, നിങ്ങളുടെ മേൽ നാം അയക്കും നമ്മുടെ ചില അടിമകളെ നാം അയക്കും. ഉലീ ബഅസിൻ ശദീദ്, അവർ ചില്ലറക്കാരല്ല, നല്ല ശക്തിയും പ്രതിരോധവുമുള്ളവരാണ്. പെട്ടെന്ന് അവരെ എതിർക്കാനും തുരത്താനും കഴിയില്ല. നല്ല പ്രതിരോധമുള്ള, നല്ല കഴിവുള്ള, എന്തിനും നേരിടാൻ കഴിയുന്ന ശക്തന്മാരെ നാം അയക്കും. ഫജാസൂ ഖിലാലദ് ദിയാർ, ഭവനങ്ങൾക്കിടയിലൂടെ അവർ തിരഞ്ഞു നടക്കും. ഭവനങ്ങൾക്കിടയിലൂടെ തിരഞ്ഞു നടക്കും. എന്നിട്ട് ആ നാശം ഉണ്ടാക്കുന്നതിന് കാരണങ്ങളൊരുക്കും. വകാന വഅദൻ മഫ്ഊല, ഇത് പ്രാവർത്തികമാക്കപ്പെടുന്ന ഒരു വാഗ്ദാനമാണ്, വെറും വാക്കല്ല. സുമ്മ റദദ്നാ ലകുമുൽ കർറത അലൈഹിം, അല്ലാഹു തആല പറയുന്നു, നിങ്ങൾക്ക് അവരുടെ മേൽ വിജയിക്കാൻ പറ്റുന്ന സന്ദർഭം നാം നിങ്ങൾക്ക് തരും. ഒരു പരിവർത്തനം, ഇങ്ങനൊക്കെ ഒരു ശിക്ഷ അതിശക്തിയുള്ള ആളുകൾ വന്ന് നിങ്ങളെ മേൽ ആക്രമണം നടത്തിയാലും അള്ളാഹുവിന്റെ വലിയ റഹ്മത്താണ്. നിങ്ങൾ ഒന്നുകൂടി നന്നാകട്ടെ, നല്ല നിലക്ക് ചിന്തിക്കട്ടെ എന്ന് കരുതിയിട്ട് നല്ല അവസ്ഥ നിങ്ങൾക്ക് തിരിച്ചു തരും. ആർക്ക്? ബനു ഇസ്രായേൽ. സുമ്മ റദദ്നാ ലകുമുൽ കർറത അലൈഹിം, അവരുടെ മേൽ ആധിപത്യവും വിജയവും ശക്തിയും ഒക്കെ നിങ്ങൾക്ക് നാം മടക്കിത്തരും. അതോടൊപ്പം വഅംദദ്നാകും ബിഅംവാലിൻ വബനീൻ, ധാരാളം സമ്പത്തും സന്താനങ്ങളും തന്ന് നിങ്ങളെ നാം സഹായിക്കും. വജഅൽനാകും അക്സറ നഫീറ, കൂടുതൽ അംഗബലമുള്ളവരാക്കി നിങ്ങളെ നാം മാറ്റും. ആളുകൾ കുറഞ്ഞുപോയി എന്ന് കരുതിയിട്ട് നിങ്ങൾ ഓടിപ്പോകേണ്ടി വരൂല. എന്നിട്ട് അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്ന ഉപദേശം, ഇൻ അഹ്സൻതും, നിങ്ങൾക്കിതൊക്കെ നമ്മൾ തന്നിട്ട് നിങ്ങൾ ആ ഫസാദിൽ നിന്ന് മാറി ചിന്തിച്ചോട്ടെ എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് മേൽ ആധിപത്യം ചെലുത്തിയ ദുശക്തികളോട് വിജയിക്കാനുള്ള കരുത്തൊക്കെ തന്നിട്ട് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. ഇൻ അഹ്സൻതും അഹ്സൻതും ലിഅൻഫുസിക്കും, നിങ്ങൾ നല്ലോണം ജീവിക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം നിങ്ങൾക്കു തന്നെയാണ്. വൈൻ അസഅ്തും ഫലഹാ, അല്ല നിങ്ങൾ ദുർമാർഗികളാവുകയാണെങ്കിൽ അതിന്റെ വിപത്തും നിങ്ങളുടെ ശരീരത്തിന് തന്നെയാണ്. ഫഇദാ ജാഅ വഅദുൽ ആഖിറതി ലിയസൂഉ വജൂഹകും,
അവസാനത്തെ അഥവാ രണ്ടാമത്തെ വാഗ്ദത്തം വന്നാൽ, രണ്ടാമത്തെ ഫസാദ്, നിങ്ങളുടെ മുഖം കെടുത്താൻ വേണ്ടി, അവർ നിങ്ങളെ മാനക്കേടിലാക്കാൻ വേണ്ടി, വലിയദ്ഖുലുൽ മസ്ജിദ കമാ ദഖലു, പള്ളിയിൽ, പരിശുദ്ധമായ പള്ളിയിൽ, ബൈത്തുൽ മഖ്ദിസ് ആണ് ഉദ്ദേശിക്കുന്നത്, അതിൽ അവര് നേരത്തെ പ്രവേശിച്ചതുപോലെ പ്രവേശിക്കാൻ വേണ്ടി, വലിയുതബ്ബിറു മാ അലൗ തത്ബീറ, അതുപോലെ നേരത്തെ നശിപ്പിച്ചതുപോലെ പുരോഗതികളൊക്കെ നശിപ്പിക്കാൻ വേണ്ടി, പൂർണ്ണമായും നശിപ്പിക്കാൻ വേണ്ടി അവരങ്ങനെ രണ്ടാമതും ഇനിയും ഫസാദുണ്ടാകുന്ന സമയത്ത് ഇരച്ചു കയറും. അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഫസാദിന്റെ സമയത്തും അങ്ങനെ വരും. അസാ റബ്ബുക്കും അൻ യർഹമക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്തേക്കാം. വഇൻ ഉദ്തും ഉദ്നാ, അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ പഴയ അവസ്ഥയിലേക്ക് ഇനിയും മടങ്ങിപ്പോകുകയാണെങ്കിൽ, ഈ രണ്ടിൽ നിർത്തുന്നില്ല, ഇനിയും നിങ്ങൾക്ക് പുരോഗതിയൊക്കെ തന്ന് നല്ല നിലക്കായിക്കോട്ടെ എന്ന് കരുതിയിട്ട് എല്ലാം നിങ്ങൾക്ക് റെഡിയാക്കി തന്ന് ഇനിയും നിങ്ങൾ മടങ്ങുകയാണെങ്കിൽ, ഉദ്നാ, നമ്മുടെ ശിക്ഷ നമ്മളും ആവർത്തിക്കും. വജഅൽനാ ജഹന്നമ ലിൽ കാഫിരീന ഹസീറാ, ജഹന്നം സത്യനിഷേധികൾക്കുള്ള തടവറയാക്കി നാം സൃഷ്ടിച്ചിരിക്കും. അവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വിധമാണ് നരകത്തെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു. ഇവിടെ രണ്ട് രൂപത്തിൽ ഇതിന്റെ വിശദീകരണങ്ങൾ വിശദീകരിച്ച മഹാന്മാരുണ്ട്. നീണ്ട ചർച്ചയാണ്, ഞാൻ ചുരുക്കി പറയാം. ബനി ഇസ്രായീല് അവരോട് അല്ലാഹു തആല പറയുന്നത്, ലതുഫ്സിദുന്ന ഫിൽ അർളി മറത്തൈൻ, ഭൂമിയിൽ നിങ്ങൾ 2 തവണ കുഴപ്പമുണ്ടാക്കുന്നു. ആകെ ബനു ഇസ്രായേൽക്കാർ 2 തവണ കുഴപ്പമുണ്ടാക്കിയെന്നല്ല, അവര് കുഴപ്പമുണ്ടാക്കിയത് എണ്ണാണെങ്കിൽ തീരൂല, അത്രയും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് കുഴപ്പങ്ങൾ. ഈ 2 കുഴപ്പങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞത് അതിന്റെ ഗൗരവവും അതിന്റെ വിഷയവും പ്രത്യേകം പഠിപ്പിക്കാനാണ്. ഇത് വിവിധ വിഷയങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കുറെ ഖുർആൻ പണ്ഡിതന്മാര് പറഞ്ഞു 2 ഫസാദ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വളരെ മഹത്വമുള്ള 2 നബിമാരുടെ കൊലപാതകങ്ങളാണ്. ഒരുപാട് നബിമാരെ കൊന്ന കൂട്ടരാണ് ബനു ഇസ്രായേൽ. അല്ലാഹു തആല കൊടുത്ത നിഅമത്തൊന്നും അപ്പോൾ അവരുടെ കയ്യിലുണ്ടാവില്ല. അവരുദ്ദേശിച്ചത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചരിത്രം വിശദീകരിക്കാം. എങ്ങനെയാണോ കൊല്ലേണ്ടത് അങ്ങനെ കൊല്ലും. അപ്പൊ ഇതുവരെ അവരുടെ വാതൊന്നും അവരെ തലയിലുണ്ടാവൂല. ചിലപ്പോഴൊക്കെ നല്ല വാത് കേട്ട് ഉടനെ ആയിരിക്കും കൊല്ലുന്നത്. അങ്ങനെയും വരും. ഇപ്പൊ ഇവര് ഫസാദ് ഉണ്ടാക്കിയത്, ഒരുപാട് ഫസാദ് ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര ഫസാദാ ഉണ്ടാക്കിയത്? ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അവരെ രക്ഷപ്പെടുത്തി, ഫിർഔനിന്റെ ശല്യത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി, സമുദ്രം കടന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു വിഭാഗം ആളുകൾ പശുക്കുട്ടിയെ ആരാധിച്ചിരിക്കുന്നത് കണ്ടപ്പോ മൂസാ നബി അലൈഹി സ്വലാമിനോട് അവർ പറഞ്ഞു, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. ഇവർക്കൊക്കെ കണ്ടില്ലേ കുറെ ഇലാഹകൾ, ഞങ്ങൾക്കും വേണം ഇലാഹ്. വലിയ അനുഗ്രഹം അല്ലാഹു തആല കൊടുത്ത് ആ അനുഗ്രഹം എത്ര പെട്ടെന്നാണ് അവർ മറന്നത്. ഇതൊരു കുഴപ്പത്തിന്റെ തുടക്കമായിരുന്നു അവരാ ചോദിച്ച ചോദ്യം. അതിനു പുറമെ നബിമാരെ വധിച്ചു എന്നതിന് പുറമെ തൗറയിലുള്ള കാര്യങ്ങൾ എത്ര മാറ്റിമറിച്ചു. തൗറാത്തിലുള്ള കാര്യങ്ങൾ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, വനസൂ ഹല്ലം മിമ്മാ ദുക്കിറൂ ബി, അവരോട് ഉത്ബോധിപ്പിക്കപ്പെട്ട നല്ലൊരു ശതമാനം വിഷയങ്ങൾ അവര് മറന്നു കളഞ്ഞു. മറന്നു എന്ന് പറഞ്ഞാൽ മറക്കാൻ തീരുമാനിച്ചു. എന്നാ മറക്കാതെ വിട്ടത് അവരത് അങ്ങനെ ഒരു ഭാഗത്ത് കടന്നോട്ടെ എന്ന് എഴുതിയിട്ട് ഒന്നും ചെയ്യാതെ വിട്ടോ? ഇല്ല, അത് മാറ്റിമറിക്കുകയും ചെയ്തു. അവർക്ക് പറ്റാത്തത് അവർ തിരുത്തി, വേറെ കുറെ കാര്യങ്ങൾ അവർ മറന്നു. സ്വന്തം കൈകൊണ്ട് എഴുതി ഉണ്ടാക്കിയിട്ട് അവർ പറഞ്ഞു, ഹാദാ മിൻ ഇൻദില്ലാ, ജനങ്ങളോട് പറയാണ് ഇത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്.
അവര് തന്നെ എഴുതിയുണ്ടാക്കിയ ചില അഭിപ്രായങ്ങൾ അത് വിതരണം ചെയ്യുമ്പോൾ അവർ പറയും ഹാദാ മിൻ ഇന്ദില്ല, ഇത് ഞങ്ങൾ ആരുണ്ടാക്കിയ നിയമമല്ല, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ്. എത്ര വലിയ ഫസാദാണിത്! അങ്ങനെ തുടങ്ങി എണ്ണുകയാണെങ്കിൽ ധാരാളം ഉണ്ട്. അപ്പോ ഒരു പറ്റം പണ്ഡിതന്മാര് പറയുന്നത് ഈ രണ്ട് ഫസാദ് എന്നിവിടെ പറഞ്ഞത്, ബനൂ ഇസ്രായേലിൽ 2 തവണ ഫസാദ് ഉണ്ടാകും എന്ന് പറഞ്ഞത് ഒന്ന് നടന്നിട്ടുണ്ട്. കുഴപ്പം ഒന്ന് നടന്നു, അതിൽ നിന്ന് മോചനവും കിട്ടി. ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് ജനങ്ങൾ കാതോർത്തുകൊണ്ടിരിക്കുകയാണ് എന്ന്. അപ്പോൾ ഇതൊരു പ്രവചനം പോലെയായി. 2 നടന്നിട്ടില്ല. ഒരു പക്ഷം പണ്ഡിതന്മാരും 2 നടന്നു, കഴിഞ്ഞ കാലത്ത് നടന്നു. അത് 2 മഹാന്മാരായ അമ്പ്യാക്കളുടെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടത്. അങ്ങനെ വിശദീകരിച്ചിട്ട് വേറൊരു പറ്റം ഖുർആൻ പണ്ഡിതന്മാർ പറയുന്നത്, തെളിവ് സഹിത പറയുന്നു, ഈ പറഞ്ഞ ഒന്നാമത്തെ ഫിത്തിന, ഒന്നാമത്തെ ഫസാദ് എന്ന് പറയുന്നത് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തിൽ സംശയിച്ചു, അവിടുത്തെ ഗുണഗണങ്ങൾ മറച്ചുവെച്ചു, തങ്ങളെ എതിർക്കാൻ വേണ്ടി ശ്രമം നടത്തി. കാരണം അതിനവർ തെളിവ് പറയുന്നുണ്ട്. എന്താ തെളിവ് പറയുന്നത്? ഈ ആയത്തിൽ നിന്ന് തന്നെ എടുത്ത് തെളിവ് പറയുന്നുണ്ട്. ഫൈദാ ജാഅ വഅദു ഊലാഹുമാ, 2 ഫസാദിൽ നിന്ന് ഒന്നാമത്തത് വന്നാൽ ബഅസ്നാ അലൈക്കും ഇബാദൻ ലനാ ഉലീ ബഅസിൻ ശദീദ്. ഒരു തെളിവ് അവിടെയാണ്. അവർ നിങ്ങൾക്കുമേൽ, നിങ്ങൾ കുഴപ്പമുണ്ടാക്കിയാൽ ബനൂ ഇസ്രായേൽക്കാരെ നിങ്ങൾക്കുമേൽ നാം അയക്കും. ബനൂ ഇസ്രായേലിയരുടെ പാരമ്പര്യമുള്ള പഴയ തൗറാത്തിന്റെ അറിവുകളൊക്കെ ഉള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോഴും ഉണ്ട്. ഖുർആൻ അത് പറയുന്നുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന്റെ മുമ്പ് മദീനയിലും അതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകൾ തൗറാത്തിന്റെ അനന്തരാവകാശികളാണ് എന്ന് അല്ലറ ചില്ലറ ഇൽമുകളൊക്കെ ഉള്ള ആളുകൾ എന്തെങ്കിലും ഒരു സംഘട്ടനത്തിന്, അവർക്ക് വിയോജിപ്പുള്ള ഏതെങ്കിലും ഒരു ഗോത്രത്തോട് സംഘട്ടനത്തിന് പോയാൽ എന്താണ് അവർ ദ്വാരക്കുക? അല്ലാഹുമ്മ അൻസുർനാ ബിൻ നബിയിൽ മബ്ഊസ് ഫി ആഖിരിസ് സമാൻ. അല്ലാഹുവേ, അവസാന കാലത്ത് നിയുക്തനാക്കപ്പെടുന്ന നബിയെ കൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണേ എന്ന് ദ്വാരക്കും. ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു എടുത്തു പറഞ്ഞു 89-ാം സൂക്തത്തിൽ, ഫലമ്മാ ജാഅഹും മാ അറഫൂ കഫറൂ ബിഹി വകാനൂ യസ്തഫ്തിഹൂന. നേരത്തെ അവർ നബി തങ്ങളെ കൊണ്ട് സഹായം ചോദിച്ചിരുന്നു, സഹായം കിട്ടും ചെയ്തിരുന്നു. അതല്ലേ രസം. യുദ്ധത്തിന് പോകുമ്പോ അവർക്ക് എതിരുള്ള ആളുകളോട് യുദ്ധത്തിന് പോകുമ്പോ അവർ ദ്വാരക്കുന്നത്, പടച്ചോനെ ഞങ്ങൾ കാണാത്ത വരാനിരിക്കുന്ന ഒരു നബിയുണ്ട്, ആ നബിയെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണം. എന്നിട്ട് ആ നബിയുടെ ഗുണവിശേഷണങ്ങളൊക്കെ പറയും. തങ്ങൾ അങ്ങ് വന്നപ്പോഴോ ഫലമ്മാ ജാഅഹും, അവർക്ക് സംജാതമായപ്പോൾ മാ അറഫു, അല്ലാഹു തആല പറയുന്നു, നോക്ക്, ശരിക്കും അവർ തിരിച്ചറിയുന്ന ആ മഹത്വമുള്ള നേതാവ്. ഫലമ്മാ ജാഅഹും മാ അറഫു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ സന്ദേശം, ഗുണഗണങ്ങൾ അവരിലേക്ക് അങ്ങ് വന്നപ്പോ കഫറൂ ബിഹി, പാടെ നിഷേധിച്ചു. അവര് പറഞ്ഞു, ഞങ്ങൾ ഉദ്ദേശിച്ച് ഞങ്ങൾ പാടി പറഞ്ഞ നബി ഇതല്ല, അത് വേറെ നബിയാണ്. നിഷേധിച്ചു. മദീനയിലെത്തിയപ്പോ അങ്ങനെ നിഷേധിച്ച ആളുകൾ ഒരുപാടുണ്ടായിരുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോടൊക്കെ നല്ല സ്നേഹത്തോടെയാണ് പെരുമാറിയത്. അതിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ് ബനു നദീർ, യഹൂദികൾപ്പെട്ടൊരു വിഭാഗമാണ്. വേറൊരു വിഭാഗം ബനു ഖൈനുഖാ, വേറൊരു വിഭാഗം ബനു ഖുറൈള. ഇവരൊക്കെ ഉടമ്പടി ലംഘിച്ചവരാണ്. തുടക്കത്തെ ഉടമ്പടി ലംഘനം എപ്പോഴാണ് ഉണ്ടായതെന്നറിയോ? ബദറിൽ നിന്ന് വിശ്വാസികൾ നല്ല വിജയത്തോടെ മദീനയിലേക്ക് വന്നപ്പോ ബനു നദീർകാര് പറഞ്ഞു, ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്ന അതേ നബിയാണ് ഈ നബി. അങ്ങനെ വിജയിച്ചല്ലോ, നല്ല വിജയം, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിജയം, സഹായമല്ലേ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനും കൊടുത്തത്. അതുകൊണ്ട് ഈ നബി ഞങ്ങൾ നേരത്തെ പറഞ്ഞ ആ നബിയാണ്. നബി തങ്ങളെ ഉജ്ജ്വലമായി അവർ സ്വീകരിച്ചു, ധാരാളം പ്രശംസിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉഹദ് ഉണ്ടായി. ഉഹദിന്റെ തുടക്കത്തിൽ ചെറിയ ഒരു പരാജയമെന്ന് തോന്നിക്കാവുന്ന രീതിയിൽ ചെറിയ സംഭവങ്ങൾ ഉണ്ടായി, ലാസ്റ്റ് നല്ല വിജയമുണ്ടായി. അത് കഴിഞ്ഞു വന്നപ്പോ അവരുടെ നയം അവർ തിരുത്തി.
ബനു നദീറുകാര് പറഞ്ഞു, നബിയാണോ എന്നുള്ള ചെറിയ സംശയമുണ്ട്. കാരണം ജയം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ അവര് പതുക്കെ 40 അംഗ സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയാതെ മക്കയിലേക്ക് പുറപ്പെട്ടു. തങ്ങളറിയും, തങ്ങളോട് പറഞ്ഞിട്ടില്ല, പുറപ്പെട്ടു. എന്തിന്? അബൂ സുഫിയാനുമായിട്ട് രഹസ്യ കരാറുണ്ടാക്കാൻ. നബി തങ്ങളെ പതുക്കെ മദീനത്തു നിന്ന് ഓടിക്കണം, സ്വഹാബത്തിനൊന്ന് ഓടിക്കണം. എന്നിട്ട് കാബന്റെ പരിസരത്ത് വെച്ച് ഈ തീരുമാനങ്ങളും മറ്റൊക്കെ പറഞ്ഞുണ്ടാക്കി വന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു തആല ഈ വിവരങ്ങളൊക്കെ അറിയിച്ചു. എന്തായിരുന്നു അവരോടുള്ള കരാറ്? അവർ നബി തങ്ങളോടുള്ള കരാറ്, ഒരിക്കലും നിങ്ങളുമായ ശത്രുതക്കൊരു കക്ഷികളോടും നമ്മൾ കൂട്ടം ചേരൂല, നിങ്ങൾ ഈ വന്ന ആളുകളെ ഒരിക്കലും നമ്മൾ ശല്യം ചെയ്യൂല, ജീവിതത്തിന് ഒരു തകരാറും ഏൽപ്പിക്കൂല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏൽപ്പിച്ച ഈ കരാറ് ആദ്യം പൊളിച്ചു കളഞ്ഞത് ബനു നദീറുകാരാണ്. അപ്പൊ അല്ലാഹു തആല ഏത് സൈന്യത്തെയാണ് അയച്ചത്? നല്ല ശക്തന്മാരായ ആളുകളെ. ഇബാദല്ലന എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു വിഭാഗം മുഫസ്സിറുകൾ പറയുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്ഹാബാണ്. അത് കാരണം മദീനയിൽ നിന്ന് ആദ്യം തുരത്തപ്പെട്ട വിഭാഗമാണ് ബനു നദീർ ഗോത്രക്കാർ. അവരോട് തൽക്കാലം ഖൈബറിലേക്ക് നീങ്ങാൻ പറയും. കാരണം നിങ്ങൾ ഇവിടെ നിന്നാൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ നിൽക്കും. കരാറുകളൊക്കെ നിങ്ങൾ എന്താക്കി? നേരത്തെ കരാറൊക്കെ ചെയ്ത് പിന്നെ ഓരോന്നും നിങ്ങൾ പൊളിക്കാൻ തുടങ്ങി. അപ്പൊ ആ ഫസാദിന്റെ കൂട്ടത്തിൽ ഒന്നാമതായി ബനൂ ഇസ്രായേലിൽ ഉണ്ടായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഈ കരാറൊക്കെ അവർ പൊളിച്ചു. എന്നിട്ട് അവർ കുഴപ്പങ്ങൾ ഉണ്ടാക്കി. അതിനെ എതിരേൽക്കാൻ അല്ലാഹു തആല ബഅസ്നാ അലൈക്കും ഇബാദല്ലന, ഇത് ഇങ്ങനെയാണെന്ന് വിശദീകരിക്കുന്ന ഖുർആൻ പണ്ഡിതന്മാര് പറയുന്നത് മറ്റുള്ളവർ പറഞ്ഞതിൽ നിന്ന് മാറ്റമുണ്ട്, വിഭിന്നമായിട്ടാണ്. നമ്മുടെ അടിമകൾ എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അതുകൊണ്ട് ഇത് മുഅ്മിനീങ്ങളെ പറ്റിയാണ്, സത്യനിഷേധികളെ പറ്റിയല്ല. ഇബാദ് എല്ലാരെ പറ്റിയും പറയാറില്ലേ? തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഇബാദ് എന്ന് മുഅ്മിനീങ്ങളെ പറ്റി മാത്രമാണോ പറഞ്ഞത്? അല്ലാത്തവരെ പറ്റിയും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അവര് പറയുന്നത് അല്ലാഹു തആല മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞത് അല്ലാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ അടിമകളാണ്. ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എന്റെ അടിമകൾ എന്നൊക്കെ അല്ലാഹു തആല എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആയത്തിൽ പറഞ്ഞ ഇബാദല്ലന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസികളാണ്, മുഅ്മിനീങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. മുഅ്മിനീങ്ങൾ അഥവാ സ്വഹാബത്ത്, അവരെ അല്ലാഹു തആല ഇവർക്ക് എതിരിടാൻ വേണ്ടി അയക്കുകയും ഇവരുടെ ശല്യം ആദ്യഘട്ടത്തിൽ അവരെ കൊണ്ട് ഒതുക്കി നിർത്തുകയും ചെയ്തു. അങ്ങനെ മസ്ജിദുൽ അഖ്സയുടെ പരിസരങ്ങളിലും മറ്റുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്നൊരു മോചനം കിട്ടിയത്, നിരന്തരം പ്രശ്നങ്ങളായിരുന്നു, ഒരു മോചനം കിട്ടിയിട്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് വിശ്വാസികൾക്ക് കടന്നു ചെല്ലാൻ പറ്റിയത് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു രത്നപ്പിന്റെ ചർച്ച മൂലമായി. ഞാൻ നീട്ടി പറയുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനെ ചർച്ചയ്ക്ക് വിളിച്ചു. നിരന്തരം അക്രമങ്ങൾ. മസ്ജിദുൽ അഖ്സയിലേക്ക് ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ കയറുമ്പോഴേക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി. ഉമർ റളിയല്ലാഹു അൻഹു ചർച്ചയ്ക്ക് പോയി. ചർച്ച നടന്നത് ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ വെച്ചായിരുന്നു. ദുഹർ നിസ്കാരത്തിന് വാങ്ക് വിളിച്ചു. ചർച്ച നടക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എനിക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആ പള്ളിന്റെ അധികാരിയായ ഏറ്റവും മുതിർന്ന ആള് വന്നിട്ട് പറഞ്ഞത് അവിടെ നിസ്കരിക്കാന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഞാൻ അവിടെ നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നാ പിന്നെ പുറത്ത് സ്ഥലം കാണിച്ചു കൊടുത്തു. ഉള്ളിൽ നിസ്കരിക്കേണ്ട ചർച്ച പുറത്ത് നിസ്കരിക്കാന്ന്. അല്ല, ഞാൻ ഇവിടെ നിസ്കരിക്കുന്നില്ല എന്ന്. അപ്പുറത്തുള്ള പൊതുസ്ഥലത്ത് ഉമർ റളിയല്ലാഹു അൻഹു, ആർക്കും ഉടമസ്ഥതയില്ലാത്തൊരു പൊതുസ്ഥലമുണ്ട്, ആ സ്ഥലത്ത് വെച്ച് ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു. ഇന്ന് നമുക്ക് പോയാൽ അവിടെ ഉമർ റളിയല്ലാഹുവിന്റെ പേരിൽ ഒരു പള്ളി കാണാൻ കഴിയും. ചർച്ച നടന്നത് ബത്ലഹേമിലെ ചർച്ചിൽ വെച്ചാണ്.
ആ ചർച്ചയിലാണ് വിശ്വാസികൾക്ക് വലിയ രജ്ഞിപ്പും പ്രവേശനവും മസ്ജിദുൽ അഖ്സയിലേക്ക് തടസ്സങ്ങളില്ലാത്ത പ്രവേശനവും കിട്ടിയത്. ഇനി രണ്ടാമത്തെ ഒരു ഘട്ടത്തിലേക്കുള്ള വിജയം എന്ന് ഈ പറയുന്ന ഖുർആൻ മുഫസ്സിറുകൾ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ വരവോടെയും മസീഹ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവോടെയും നടക്കാനുള്ളതാണ്. അതിനു മുമ്പ് ഒരുപാട് ഫിത്നകളും ഫസാദുകളും ഇവരെ ഭാഗത്തു നിന്ന് ഇനിയും ലോകത്തുണ്ടാകും എന്നതാകുമ്പോ ഒരു പ്രവചനത്തിലേക്കാണ് അല്ലാഹു തആല സൂചിപ്പിക്കുന്നത് എന്നാണ് ആ പക്ഷം പണ്ഡിതന്മാർ പറയുന്നത്. അല്ല, മറ്റൊരു പക്ഷം പണ്ഡിതന്മാർ പറയുന്നത് ബനൂ ഇസ്രായേലിൽ തന്നെ നടന്ന രണ്ട് കുഴപ്പങ്ങളുണ്ട്, ചെറിയല്ല വലിയ രണ്ട് കുഴപ്പങ്ങൾ. അതിന്റെ പേരിൽ മഹാന്മാരായ നബിമാരെ അവർ വധിക്കുകയും ആ വധത്തിന്റെ പിന്നിൽ അല്ലാഹു തആല രണ്ട് നാശങ്ങൾ അവരിൽ ഉണ്ടാക്കുകയും ചെയ്തു. ആ സംഭവം വിശദീകരിച്ചുകൊണ്ട് ചരിത്രകാരന്മാർ പറയുന്നത്, നേരത്തെ ബനൂ ഇസ്രായേലുകാരിൽ ഒരുപാട് ദോഷങ്ങളും തിന്മകളൊക്കെ വർദ്ധിച്ച സമയത്ത് അല്ലാഹു തആല അത്രയും തിന്മകൾ ഇവർ പെരുപ്പിച്ചുണ്ടാക്കിയിട്ടും അല്ലാഹു വല്ല റഹ്മാൻ റഹീമാണ്, അവരോട് വിട്ടുവീഴ്ച ചെയ്ത് അവർക്ക് വേണ്ട ഗുണങ്ങൾ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോ അവരിലേക്ക് അല്ലാഹു തആല ഇറക്കിയ സന്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് രാജഭരണം എന്ന്. അവർക്കൊന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടി അവർക്ക് കൊടുത്തൊരു രാജാവായിരുന്നു സിദ്ദീഖ എന്ന് പറയുന്ന രാജാവ്.